ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഞാൻ രാജി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരുമിച്ച് ഒരു 8 വിസിൽ അടിക്കുന്നതിനേക്കാൾ നല്ലത് 2-3 വിസിൽ അടിച്ച് ആവിയെല്ലാം പോയതിന് ശേഷം വീണ്ടും ഒരു 2-3 വിസിൽ അടിക്കുന്നതാണ്. അപ്പോൾ നന്നായി വെന്ത് കിട്ടും. ഇനി ബോളിക്കുള്ള മാവ് തയ്യാറാക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 നുള്ളു ഉപ്പ് കൂടി ഇടാം. 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് മഞ്ഞളിൻ്റെ യാതൊരു ചുവയും ഉണ്ടാവില്ല. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നന്നായി കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ലൂസ് പരുവാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലെണ്ണയുടെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഉപയോഗിക്കാം. ബോളിക്ക് എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മാവ് ഒരു ലൂസ് ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ കൂടെ ഒഴിച്ചു വയ്ക്കാം. മാവ് നന്നായിട്ട് മയം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി തന്നെ മാവിൽ നല്ലെണ്ണ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിന് മുകളിലേക്ക് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് മയം വരുത്താൻ വേണ്ടി അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായി വരുന്നത്. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെള്ളം ഒഴിക്കാതെ നന്നായി അരച്ചെടുക്കണം. തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. തരികളുണ്ടെങ്കിൽ ബോളി പൊട്ടിപ്പോവും. അതുകൊണ്ട് അരച്ചെടുക്കുമ്പം തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ നോക്കണം. ഇനി പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 2 ഏലക്ക കൂടി എടുക്കുന്നുണ്ട്. തൊലി എടുക്കുന്നില്ല. ഏലക്കയുടെ കുരു കൂടി എടുത്ത് പഞ്ചസാരയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക കൂടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും. പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത കടല പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോകണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പൊടിക്കാതെ വേണമെങ്കിലും ഇടാം. പൊടിച്ചിടുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അതിനുവേണ്ടിയാണ് പൊടിച്ചിടുന്നത്. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് വരും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇപ്പോൾ കടല നന്നായി ഒന്ന് മുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടി തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടി കൂടും. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാകും. ഇനി ബോളിക്ക് വേണ്ട മാവ് എന്തായെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. മാവ് വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. ബോളി പരത്തുന്നതിന് വേണ്ടി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി വേണോ ഉപയോഗിക്കാം. നെയ്യ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ബോൾസ് ഉണ്ടാക്കാം. ഒരല്പം നെയ്യ് കയ്യിൽ തടവി കൊടുക്കണം. കുറേശ്ശെ കടലമാവ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കണം. ബോൾസിൻ്റെ വലിപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി.
ഇതുപോലെ ഞാൻ എല്ലാം ബോൾസുകളായി മാറ്റിയിട്ടുണ്ട്. ഇനി ബോളി ഉണ്ടാക്കാൻ തുടങ്ങാം. കയ്യിലൊരല്പം എണ്ണ തേച്ച് കൊടുക്കണം. കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം. ഒരു തിൻ ലെയർ ആക്കുന്നതാണ് നല്ലത്. മൈദ എപ്പോഴും കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് ബോളിക്ക് നല്ലത്. ഇനി ഒരു ബോൾ ഇതിനുള്ളിലേക്ക് വെച്ച് കവർ ചെയ്തെടുക്കണം. അധികം വരുന്ന മാവ് മുറിച്ച് മാറ്റിയാൽ മതി. മൈദയുടെ കോട്ടിംഗ് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു തിൻ ലെയറായി മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ബോളി സോഫ്റ്റായി കിട്ടുന്നത്. ഇനി ഇതാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. ഒരുമിച്ച് ബോൾസ് ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ബോളിയായി ഉണ്ടാക്കുന്നതാണ്. അരിപ്പൊടി തൂക്കിക്കൊടുത്തതിന് ശേഷം ബോളി പരത്തിയെടുക്കാം. അധികം ബലം കൊടുക്കാതെ വേണം ബോളി പരത്തിയെടുക്കാൻ. ഇതെടുക്കുമ്പോൾ വളരെ സാവകാശം എടുക്കണം. അധികം വന്ന മാവൊന്ന് തട്ടി കൊടുക്കണം. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ പാനിലേക്ക് ബോളി ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ച് വിട്ട് ബോളി മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോണ്ട. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കരുത്, കരിഞ്ഞു പോവും. ഇവിടെ ഇപ്പോൾ മൈദയുടെ കോട്ടിംഗ് മാത്രമേ ഉള്ളൂ വേവിച്ചെടുക്കാൻ. ബാക്കിയെല്ലാം വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ രണ്ട് വശവും ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി തടവി കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ബോളി മറിച്ചിടരുത്, ഹാർഡായി പോവും. ഇനി ബോളി എടുക്കാം. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോളി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ബോളിയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് ഈ ബോളി. പൂ പോലെയാണ് ബോളി ഇരിക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്